സർവം മായ വാട്ട് എ പൂക്കി മൂവി. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും മനസ്സിന് വളരെ സ്വസ്ഥതയോട് കൂടിയിട്ട് ഒരു മൂവിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്നാണ്. ഇതാ നിവിൻ പോളി ഈസ് ബാക്ക്. നിവിൻ പോളിയും അജു വർഗീസും ചേർന്നു കഴിഞ്ഞാൽ ആ മൂവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അത്രയ്ക്കും നല്ല ക്യൂട്ട് മൊമെൻറ്റ്സോട് കൂടിയിട്ടുള്ള നല്ല കിടിലം ഹ്യൂമേഴ്സ് എല്ലാം കൊണ്ടുപോയിട്ടുള്ള ഒരു നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. മൂവി ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിൽ വരുന്ന മൂവിയാണ്. പക്ഷേ ഹൊറർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഹൊറർ ഒന്നുമല്ല. എനിക്കിതൊരു കോമഡി മൂവി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഫാമിലിയെയും കുട്ടികളെയും എല്ലാം കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു ഗംഭീരമായ പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കോമഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുമാതിരി ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കേട്ട് കേട്ട് മാറുന്ന ഒരുപാട് ചളികൾ നിറഞ്ഞ കോമഡി മൂവീസാണ് പുറത്തിറങ്ങാറുള്ളത്. എന്നാൽ ഇത് സത്യം പറയാമല്ലോ, ശരിക്കും നമുക്കൊരു ഫ്രഷ് ഫീലിങ്സ് തരുന്ന ഹ്യൂമർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ പൊട്ടി പൊട്ടി ചിരിപ്പിക്കുമെന്നൊന്നും പറയില്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അറിയാതെ ഒന്ന് ചിരിച്ചു പോകും. അത്രയ്ക്കും നല്ലൊരു മൂവിയായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. എന്ത് രസമായിട്ടാണ് നിവിൻ പോളി അഭിനയിച്ചിരിക്കുന്നത്. നിവിൻ പോളി മാത്രമല്ല, അതിലെ ഓരോ കഥാപാത്രങ്ങളും അത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അജു വർഗീസിൻ്റെതായിക്കോട്ടെ, ജനാർദ്ദനൻ ചേട്ടൻ്റെതായിക്കോട്ടെ, അതുപോലെ മധു വാര്യർ ചേട്ടൻ്റെത്, അങ്ങനെ എല്ലാവരും അതിമനോഹരമായി തന്നെയാണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുത്ത കാശിന് നല്ലൊരു മൂവി കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതുപോലെ ഒരു നല്ലൊരു മൂവിയാണ്. നിങ്ങൾ കൊടുത്ത കാശിന് നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് ഒരു മൂവി കണ്ട് ഇറങ്ങുന്ന ഒരു സംതൃപ്തി തീർച്ചയായും നിങ്ങൾക്ക് ഈ മൂവിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഹോണസ്റ്റ് റിവ്യൂസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.